ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. എന്തുകൊണ്ട് ബ്രാഹ്മണർ പൂജാർഹരാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ആ ബ്രാഹ്മണരുടെ മറ്റൊരു മഹത്വം പറയുകയാണ് 25-ാമത്തെ ശ്ലോകത്തിൽ. അവർ ഭഗവാനെ അല്ലാതെ ഭഗവാനിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല. മത്തഃ അപി അനന്താത് മത്തോപ്യനന്താത് പരതഃ പരസ്മാത് സ്വർഗ അപവർഗ അധിപതേഹേ ന കിഞ്ചിത് യേഷാം കിമു സ്യാത് ഇതരേണ തേഷാം അകിഞ്ചനാനാം മയി ഭക്തിഭാജാം. അനന്താത് അനന്തനായിട്ട് ആദിയും അന്തവും ഇല്ലാത്തവനായും പരതഃ ഈ പ്രപഞ്ചത്തിൽ ഉത്കൃഷ്ടമായി എന്തൊക്കെയുണ്ടോ അതിനേക്കാളും പരസ്മാത് ഉത്കൃഷ്ടനായിരിക്കുന്നവനും സ്വർഗ അപവർഗ അധിപതേഹേ സ്വർഗപ്രാപ്തിക്കായിട്ടും അപവർഗം മോക്ഷപ്രാപ്തിക്കായിട്ടും ആരെയാണോ ആശ്രയിക്കേണ്ടത് ഈ രണ്ടിൻ്റെയും ഉടമസ്ഥാവകാശം ഉള്ളവനും ആരാണോ ഇതൊക്കെ തരേണ്ടത് അങ്ങനെയുള്ളവനും ആയിട്ടുള്ള മത്തഃ അപി ഈ എന്നിൽ നിന്നുപോലും യേഷാം യാതൊരു ബ്രാഹ്മണർക്ക് കിഞ്ചിത് ന യാതൊന്നും വേണ്ടതില്ലയോ അങ്ങനെ അകിഞ്ചനാനാം ഒന്നുമേ ആവശ്യമില്ലാത്ത എന്നാൽ മയി എന്നിൽ ഭക്തിഭാജാം എന്നോടുള്ള പ്രണയഭക്തിഭാവത്തിൽ രമിച്ചിരിക്കുന്ന തേഷാം അവർക്ക് മോക്ഷം പോലും വേണ്ട എങ്കിൽ പിന്നെ ഇതരേണ മറ്റു കാര്യങ്ങളിൽ കിമുസ്യാത് താല്പര്യമുണ്ടാകുമോ? അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ബ്രാഹ്മണരെ ആദരിക്കുന്നതിലൂടെ അവരെ പൂജിക്കുന്നതിലൂടെ അവരുടെ ആ ഗുണങ്ങൾ സദ്ഗുണങ്ങൾ കുറച്ചെങ്കിലും നമുക്കും സ്വായത്തമാക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ബ്രാഹ്മണരെ പൂജിക്കണമെന്ന് പറയുന്നത്. 26-ാമത്തെ ശ്ലോകം. ഈ ലോകത്തിലുള്ള സർവചരാചരങ്ങളിലും തന്നെ കാണാൻ സാധിക്കുക, അങ്ങനെ ഈശ്വരനെ കണ്ടുകൊണ്ട് എല്ലാറ്റിനെയും ആദരിക്കുക എന്നതാണ് ശരിയായ ഈശ്വരപൂജ. സർവാണി മദ്ധിഷ്ണ്യതയാ ഭവദ്ഭിഃ ചരാണി ഭൂതാനി സുതാഃ ധ്രുവാണി സംഭാവിതവ്യാനി പദേ പദേ വോ വിവിക്തദൃഗ്ഭിഃ തത് ഉഹ അർഹണം വിവിക്തദൃഗ്ഭിസ്തദുഹാർഹണം മേ. ഹേ സുതാഹ അല്ലയോ മക്കളെ, ചരാണി ചലിക്കുന്ന ജംഗമങ്ങളും ധ്രുവാണി സ്ഥിരമായി നിൽക്കുന്നതുമായ ഏതൊക്കെ വസ്തുക്കൾ ഈ പ്രപഞ്ചത്തിലുണ്ടോ ഇങ്ങനെയുള്ള സർവാണിഭൂതാനി സകല ജീവജാലങ്ങളിലും ജീവചൈതന്യമായിട്ടിരിക്കുന്നത് ഈ ഞാൻ തന്നെയാണ് എന്നതുകൊണ്ട് മദ്ധിഷ്ണ്യതയാ ഇതെല്ലാം എൻ്റെ അധിഷ്ഠാനമാണ്, ഞാനാണ് ഈ സർവ്വതിലും കുടികൊള്ളുന്നത് എന്ന നിലയിൽ വിവിക്തദൃഗ്ഭിഃ വിശുദ്ധമായ ദർശനത്തോടുകൂടി ഒന്നിനെയും നിന്ദിക്കാതിരിക്കുക. ആളുകളെയോ മൃഗങ്ങളെയോ പക്ഷികളെയോ ഒരു കാരണവശാലും തരംതിരിക്കാതെ എല്ലാവരിലും ഭഗവാനെ തന്നെ കാണാൻ സാധിച്ചാൽ അങ്ങനെ ഭവദ്ഭിഃ നിങ്ങളാൽ പദേ പദേ ഓരോ പദത്തിലും എന്നാൽ ഓരോ നിമിഷവും നിങ്ങളിൽ ആ ഭാവന സംഭാവിതവ്യാനി ഉണ്ടാവേണ്ടതാകുന്നു. ഈ ലോകത്തിലുള്ള സകലതിനോടും എന്നോടെന്നതുപോലെയുള്ള ഒരു ആദരവ് ഉണ്ടാകേണ്ടതാണ്. ഇങ്ങനെ വഹ നിങ്ങളുടെ തത് ഉഹ ആ സമാദരം എന്നത് മേ അർഹണം അതാണ് ശരിക്കും എനിക്കുള്ള
ആദരവ്. എന്നെ പൂജിക്കുക എന്നതുകൊണ്ട് ശരിക്കും അർത്ഥമാക്കുന്നത് ഈ പ്രപഞ്ചത്തിലുള്ള സർവചരാചരങ്ങളെയും പൂജിക്കുക എന്നതാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഇരിക്കുന്ന ഒരു ചൈതന്യമാണ് ഞാൻ, ഒരു വിഗ്രഹത്തിൽ മാത്രമാണ് ഞാൻ ഉള്ളത് എന്ന ചിന്തയോടെ ആ വിഗ്രഹത്തിൽ മാത്രം എന്നെ കാണുകയും അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മുഖത്ത് അനാവശ്യമായ ഒരു ഗൗരവഭാവം, ആരെയും കൂസാത്ത ഒരു ഭാവം, ഞാൻ എന്തോ വലിയവൻ എന്ന ആ ഭാവം ഉണ്ടാവരുത്. എല്ലാവരും തുല്യരാണ്, എല്ലാവരിലും ഈശ്വരൻ കുടികൊള്ളുന്നു എന്ന ഭാവത്തിൽ എല്ലാവരിലും ഈശ്വരനെ കാണാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഭക്തൻ. അടുത്തതായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെയാകുമ്പോൾ ഒരു കർമ്മവും നമ്മെ ബന്ധിക്കുകയില്ല. 27ാമത്തെ ശ്ലോകം. മനോ വചോ ദൃക് കരണ ഈഹിതസ്യ സാക്ഷാത്കൃതം മേ പരിബർഹണം ഹി വിനാ പുമാൻ യേന മഹാവിമോഹാത് കൃതാന്തപാശാത് ന വിമോക്തും ഈശേത്. മനോ വചോ ദൃക് കരണ, മനസ്സ്, വാക്ക്, ദൃഷ്ടി മുതലായ എല്ലാ കരണങ്ങളുടെയും ഈഹിതസ്യ വ്യാപാരത്തിനുള്ള സാക്ഷാത്കൃതം പ്രത്യക്ഷ ഫലം എന്നത് മേ പരിബർഹണം ഹി, എന്നെ ആരാധിക്കുക എന്നത് മാത്രമാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നതൊക്കെ ഭഗവതർപ്പണമാക്കി തീർക്കാൻ സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ സച്ചിന്തകളായിരിക്കണം മനസ്സിൽ. ഇനി മോശം ചിന്തകളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അതും ആദ്യമൊക്കെ ഭഗവാന് അർപ്പിച്ചുകൊണ്ടേയിരുന്നാൽ പിന്നീട് മോശം ചിന്തകൾ ഉള്ളിലുണ്ടാവുകയില്ല. ഇതുപോലെ തന്നെയാണ് വാക്കുകളും. പറയുന്നത് അളന്നു തൂക്കിയ വാക്കുകളായിരിക്കണം. അനാവശ്യമായ ഒരു വാക്കുപോലും ഉരിയാടാതിരിക്കാനുള്ള ഒരു സാധന നമ്മൾ ബോധപൂർവം ചെയ്യേണ്ടതാണ്. അതൊരു തപസ്സാണ്. അങ്ങനെ വാക്കിലുള്ള ആ മിതത്വം പാലിക്കാനായിട്ട് ശ്രമിക്കുക. പറയുന്നതെല്ലാം ഭഗവാന് സമർപ്പിക്കുക. അതുപോലെ കാണുന്നത് നല്ലത് മാത്രം കാണാൻ സാധിക്കുക. ഇവിടെ നല്ലത് മാത്രം കാണുക എന്ന് വെച്ചാൽ എല്ലാറ്റിലും നല്ലത് ദർശിക്കുക. പൊതുവെ മനുഷ്യർക്ക് നേരെ തിരിച്ചാണ്. എന്തെങ്കിലും ഒരു മംഗളകരമായ കാര്യത്തിന് പോയി വന്നു കഴിഞ്ഞാൽ അഭിപ്രായം പറയുമ്പോൾ നല്ലതല്ല ആദ്യം പറയുക. ആദ്യം അവിടെ നടന്ന മോശത്തെ കുറിച്ചാണ് പറയുക. എല്ലാം നല്ലതായിരുന്നു എങ്കിലും സദ്യക്ക് വിളമ്പിയ അച്ചാർ എന്തോ ഒരു സുഖമില്ല എന്നതുപോലെ വെറുതെ കുറ്റം കാണാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറയുക. അപ്പോൾ നല്ലത് കാണുക എന്ന് വെച്ചാൽ എല്ലാറ്റിലും നല്ലത് ദർശിക്കുക. നല്ലത് മാത്രം അത് സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാക്കിയെടുക്കുക. മോശം കാണും, മോശം നമ്മൾ അറിയുകയും ചെയ്യും, പക്ഷെ അതങ്ങ് വിട്ടേക്കുക. മറ്റൊരാളോട് അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ നമ്മൾ വീണ്ടും അത് ചിന്തിക്കുകയാണ്. അങ്ങനെ ചിന്തിക്കാതിരിക്കുക. ഇങ്ങനെയാണ് സമ്യക് ദർശനം, നല്ല ദർശനം, സുദർശനം. അത് നമ്മൾ വളർത്തിയെടുക്കണം. ഇങ്ങനെയെല്ലാം ഭഗവാനുള്ള സമർപ്പണമാക്കി തീർക്കണം. കാരണം യേന വിന, ഈ ഒരു സമർപ്പണ ബുദ്ധി ഇല്ലാതെ പുമാൻ മനുഷ്യൻ മഹാവിമോഹാത്, മഹത്തായ അറിവില്ലായ്മയുടെ, അവിദ്യയുടെ, അജ്ഞാനത്തിന്റെ ഫലമായുള്ള ഈ കൃതാന്തപാശാത്ത് സംസാരബന്ധത്തിൽ നിന്ന് അവന് വിമോക്തും, വിമോചിക്കുവാൻ ന ഈശേത്, കഴിയുകയില്ല. ചെയ്യുന്നതെല്ലാം ഭഗവത് അർപ്പണമാക്കി ചെയ്ത് ആദ്യം ആ കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തരാകണം. എങ്കിൽ മാത്രമാണ് സംസാരബന്ധത്തിൽ നിന്ന് എന്നേക്കുമായി മുക്തരാകാൻ സാധിക്കുകയുള്ളൂ എന്ന ഈ ഒരു ഉപദേശത്തോടുകൂടെ ഋഷഭദേവന്റെ ഉപദേശം അവസാനിക്കുകയാണ്. ഇനി ശ്രീശുക ഉവാച 28. ഏവം അനുശാസ്യ ആത്മജാൻ സ്വയം അനുശിഷ്ടാൻ അപി ലോക അനുശാസനാർത്ഥം മഹാനുഭാവഃ പരമസുഹൃത് ഭഗവാൻ ഋഷഭ അപദേശഃ ഉപശമശീലാനാം ഉപരതകർമ്മണാം
महामुनीनां भक्तिज्ञानवैराग्यलक्षणं पारमहंस्यधर्मम् उपशिक्षमाणः स्वतनयशतज्येष्ठं परमभागवतं भगवज्जनपरायणं भरतं धरणिपालनाय अभिषिच्य स्वयं भवन एव उर्वरित शरीरमात्रपरिग्रह उन्मत्तः इव गगनपरिधानः प्रकीर्णकेशः आत्मनि आरोपित आहवनीयः ब्रह्मावर्ताद प्रवव्राज സ്വയം അനുശിഷ്ടാൻ അപി എല്ലാം തന്നെത്താൻ അറിഞ്ഞവരാണെങ്കിൽ പോലും ഇവിടെ മക്കളോട് ഉപദേശിച്ചത് യഥാർത്ഥത്തിൽ മക്കളെയല്ല ഉപദേശിച്ചത്, അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ലോകാനുശാസനാർത്ഥം ഭാവിയിൽ വരാനിരിക്കുന്ന ഈ ലോകത്തെ അനുശാസിക്കുന്നതിനു വേണ്ടി ഏവം ആത്മജാൻ അനുശാസ്യ, ഇപ്രകാരം തൻ്റെ മക്കളോട് എന്ന പോലെ അവരെ ഉപദേശിച്ചിട്ട് മഹാനുഭാവ, മഹാനുഭാവനും പരമസുഹൃത്ത്, എല്ലാ ജീവന്റെയും ഉത്തമ സുഹൃത്തും ഇപ്പോൾ ഋഷഭ അപദേശ, ഋഷഭൻ എന്ന നാമം സ്വീകരിച്ചു വന്ന ആ ഭഗവാൻ ഉപശമശീലാനാം പ്രശാന്ത സ്വഭാവമുള്ളവരും ഉപരത കർമ്മണാം കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചവരുമായ മഹാമുനീനാം മഹാത്മാക്കളായ മുനിമാരുടെ ഭക്തിജ്ഞാന വൈരാഗ്യ ലക്ഷണം, ഭക്തി, ആത്മജ്ഞാനം, വിഷയവിരക്തി എന്നീ ലക്ഷണങ്ങളോടുകൂടിയ പാരമഹംസ്യധർമ്മം, പരമഹംസചര്യയെ, ജീവൻ മുക്താവസ്ഥയെ, അങ്ങനെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഈ ലോകത്ത് ചരിക്കേണ്ടത് എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കണം, ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ. അതാണ് ഉപശിക്ഷമാണഃ. ഈ ലോകർക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നവനായി ഭവിച്ചുകൊണ്ട് സ്വതനയ ശതജ്യേഷ്ഠം, തൻ്റെ 100 മക്കളിൽ ജ്യേഷ്ഠനായ മൂത്തവനായ ഇനി ആ ഭരതന്റെ ഗുണഗണങ്ങളാണ് ഭഗവജ്ജനപരായണം, ഭഗവത് ഭക്തന്മാരിൽ ആസക്തചിത്തനും പരമഭാഗവതം, സ്വയമേവ മഹാഭാഗവതനുമായ ഭരതം, ഭരതനെ ധരണിതല പരിപാലനായ, ഭൂമിയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി, അതായത് ആ അജനാഭം എന്ന വർഷത്തിൽ ആ വർഷത്തെ പരിപാലിക്കാൻ വേണ്ടി അഭിഷിച്ച, പട്ടാഭിഷേകം കഴിച്ച് അവിടെ നിന്ന് തന്നെ സ്വയം ഭവനേ ഏവ, തൻ്റെ ഗൃഹത്തിൽ വെച്ച് തന്നെ ഉർവരിത ശരീരമാത്ര പരിഗ്രഹ, സർവം ഉപേക്ഷിച്ചു, ഇനി ആ ശരീരം മാത്രം ബാക്കി, അതായത് വസ്ത്രം പോലുമില്ല. അതുകൊണ്ട് തന്നെ ഉന്മത്തഃ ഇവ, ഭ്രാന്തനെ പോലെ, ഗഗനപരിധാനഃ, ഗഗനം ആകാശം, ആകാശം വസ്ത്രമായിട്ട്, ദിഗംബരനായിട്ട്, അപ്പോൾ നഗ്നനായിട്ട് എന്നർത്ഥം. പ്രകീർണകേശഃ, പിന്നീട് തൻ്റെ കേശാലങ്കാരത്തിലൊന്നും ഒരു ശ്രദ്ധയുമില്ലാതെ തലമുടിയൊക്കെ വിതറിയിട്ടുകൊണ്ടും, ആത്മനി ആരോപിത ആഹവനീയ, ആഹവനീയ അഗ്നി എന്നാൽ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ ജ്വാല, ആ ആത്മീയ വിദ്യയാകുന്ന ജ്വാല അതങ്ങനെ കൂടുതൽ ജ്വലിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവർത്താത്, ആ ബ്രഹ്മാവർത്തത്തിൽ നിന്നും പ്രവവ്രാജ, സന്യസിച്ചിറങ്ങി. ഇങ്ങനെയെല്ലാം മുൻകൂട്ടി തീരുമാനിച്ചെന്നതുപോലെ തൻ്റെ മക്കളെ ഉപദേശിച്ചു. അതിലൂടെ ലോകരെയാണ് യഥാർത്ഥത്തിൽ ഋഷഭദേവൻ ഉപദേശിച്ചത്. ഇനി ഒരു ജീവൻ മുക്താവസ്ഥയിലുള്ള യോഗി എങ്ങനെയാവണം ജീവിക്കേണ്ടത് എന്ന് പരമഹംസന്മാരായി ഭാവിയിൽ വരാനിരിക്കുന്നവർക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കാനായി അവിടെ വെച്ച് തന്നെ സന്യാസം സ്വീകരിച്ചു. അതിനു മുൻപ് തൻ്റെ മൂത്ത പുത്രനായ ഭരതനെ രാജാവായി അഭിഷേകം ചെയ്ത് അവിടെ നിന്ന് സന്യാസം സ്വീകരിച്ച് ശരീരം മാത്രം തൻ്റെ കൂടെ കൂട്ടി, എന്ന് വെച്ചാൽ ഒന്നും സ്വീകരിച്ചില്ല, ഒന്നുമില്ലാത്തവനായി ദിഗംബരനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി നടന്നു. സന്യാസത്തിൽ തന്നെ പല അവസ്ഥകളുണ്ട്. അതിലൊന്നാണ് യോഗിയായിട്ടിരിക്കുക. അതിനും അപ്പുറത്തേക്കുള്ള ഒരു അവസ്ഥയാണ് അവധൂത അവസ്ഥ.
അവധൂതന്മാരെ കാണുമ്പോൾ തന്നെ ഒരു ഭ്രാന്തമായ വേഷവിധാനത്തിലാണ് ഉണ്ടാവുക. അതിന് കാരണം അവരെ തിരിച്ചറിയുന്നവർ മാത്രം അടുത്തേക്ക് ചെന്നാൽ മതി എന്നാണ്. അത്രയും ജ്ഞാനം ആഗ്രഹിക്കുന്നവർക്ക് മാത്രം അവരിൽ നിന്നൊരു ദീക്ഷ കിട്ടും, അല്ലെങ്കിൽ ഒരു നോട്ടം മതി. അങ്ങനെയുള്ള ഒരുപാട് അവധൂതന്മാർ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നു. പലരുടെയും നാട്ടിലും അവരെ പരിചയമുണ്ടാകും. അവർക്കെല്ലാം ഈ ഒരു പൊതു സ്വഭാവമുണ്ട്. ഇങ്ങനെ ഋഷഭദേവനും ഒരു അവധൂത രൂപത്തിലായി മാറി. അതാണ് 29-ാമത്തെ ശ്ലോകം. ജഡ അന്ധ മൂക ബധിര പിശാച ഉന്മാദകവത് അവധൂതവേഷഃ അഭിഭാഷ്യമാണഃ അപി ജനാനാം ഗൃഹീത മൗനവ്രത തൂഷ്ണീം ബഭൂവ. ജഡനെപ്പോലെ, സാധാരണക്കാർക്ക് ഒന്നും അറിയാത്ത മന്ദബുദ്ധിയാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ, അതുപോലെ തന്നെ മൂകനായിട്ട് വെറുതെ സംസാരിക്കില്ല, ഒന്നും സംസാരിക്കില്ല. അത്രയും ജ്ഞാന തൃഷ്ണയുള്ളവർക്ക് മാത്രം ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ വർത്തമാനമൊന്നും ആയിരിക്കില്ല, ഒരു നോട്ടം കൊണ്ട് തന്നെ അവർ അറിയിക്കേണ്ടതൊക്കെ അറിയിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും മൂകനായിട്ട്, അന്ധനായിട്ട്, ബധിരനായിട്ട്, ഒരു പിശാചിനെ പോലെ, അതായത് കാണുന്നവർക്ക് പേടി തോന്നും, കുട്ടികളൊന്നും അടുത്തു പോവുകയില്ല. ഉന്മാദകവത്ത്, ഒരു ഭ്രാന്തനെന്ന പോലെ തോന്നുമാറ്, ജനാനാം, ജനങ്ങൾക്കിടയിൽ, അവധൂതവേഷഃ, അവധൂതനെ പോലെയുള്ള ആ വേഷം എന്ന് വെച്ചാൽ ആ ഭാവത്തിൽ. ഇപ്പോൾ ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒരു ഭ്രാന്തനെ പോലെയാണ് നടത്തം. അഭിഭാഷ്യമാണഃ അപി, ഇനി ആരെങ്കിലും അങ്ങോട്ട് വല്ലതും ചോദിച്ചാൽ പോലും ഗൃഹീത മൗനവ്രതഃ, മൗനവ്രതം അവലംബിച്ചുകൊണ്ട് തൂഷ്ണീം ബഭൂവ, ഒന്നും ഉരിയാടിയിരുന്നില്ല. എല്ലായ്പ്പോഴും അനന്തതയിലേക്ക് കണ്ണും നട്ട് നിർവികാരനായിട്ട് നിൽക്കുകയോ നടക്കുകയോ ഇരിക്കുകയോ മാത്രമേ ചെയ്യുകയുള്ളൂ. ഒരു ഭ്രാന്തനെ പോലെ തോന്നിപ്പിച്ചതുകൊണ്ട് തന്നെ സകലരും അദ്ദേഹത്തെ അവഹേളിച്ചിരുന്നു എന്ന് പറയുകയാണ്. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. 30-ാമത്തെ ശ്ലോകം. തത്ര തത്ര പുരഗ്രാമ ആകര ഖേട വാട ഘർവട ശിബിര വ്രജഘോഷസാർത്ഥഗിരി വനാശ്രമാദിഷു അനുപഥം അവനിചര അപസദൈഹി പരിഭൂയമാനഃ മക്ഷികാഭിഃ ഇവ വനഗജഃ തർജന താടന അവമേഹന ഷ്ഠീവന ഗ്രാവശകൃത് രജഃ പ്രക്ഷേപ പൂതിവാദ ദുരുക്തൈഃ തത് അവിഗണയൻ ഏവ അസത് സംസ്ഥാന ഏതസ്മിൻ ദേഹോപലക്ഷണേ സത് അപദേശ ഉഭയാനുഭവ സ്വരൂപേണ സ്വമഹിമാ അവസ്ഥാനേന അസമാരോപിത അഹം മമ അഭിമാനത്വാത് അവിഖണ്ഡിതമനാഃ പൃഥിവീം ഏകചരഃ പരിബഭ്രാമ. ആ ഋഷഭദേവൻ തത്ര തത്ര, അവിടവിടെ, കാണുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുകയാണ്. പുരം, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, ഖേട വാട ഖർവട ശിബിരം എന്ന് വെച്ചാൽ ഖനിസ്ഥലങ്ങൾ, തറകൾ, കർഷക ഗ്രാമങ്ങൾ, അതാണ് വ്രജഘോഷം. സാർത്ഥഗിരി വനാശ്രമാദിഷു, മലയോര പ്രദേശങ്ങൾ, കുടീരങ്ങൾ, ഗോശാലകൾ, ഇടയത്തെരുവുകൾ, വഴിയമ്പലങ്ങൾ, മലകൾ, കാടുകൾ, ആശ്രമങ്ങൾ, ഇങ്ങനെ എവിടെ എന്നില്ല, എവിടെയൊക്കെ അദ്ദേഹത്തിന് പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോകും. അതായത് ഇന്ന സ്ഥലത്ത് തങ്ങുക എന്നൊന്നില്ല. അതേസമയം ഇദ്ദേഹത്തെ കാണുമ്പോൾ പിശാചിനെ പോലെ തോന്നിപ്പിക്കുന്നത് കൊണ്ട് അനുപഥം, അദ്ദേഹം നടക്കുന്ന വഴിയിലൊക്കെ അവനിചര അപസദൈഹി, ദുഷ്ടജനങ്ങളാൽ അദ്ദേഹം തർജനം, ആളുകളാൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥ. അതായത് ഇവിടെയൊന്നും കണ്ടുപോകരുത്, പൊയ്ക്കോളണം എന്ന രീതിയിൽ ആട്ടിപ്പായിക്കുക. പിന്നെ താടനം, തല്ലുക. അവമേഹനം, അദ്ദേഹത്തിൻ്റെ മേൽ മൂത്രമൊഴിക്കുക. ഷ്ഠീവനം എന്നാൽ തുപ്പുക.
ഗ്രാവ ശകൃത് രജഹ പ്രക്ഷേപം, അതായത് കല്ലും മലവും പൂഴിയും ഒക്കെ അദ്ദേഹത്തിന്റെ മേൽ എറിയുക. പൂതിവാദ ദുരുക്തൈഹി, അധോവായു വിടുക അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട്. അതുപോലെ ദുരുക്തൈഹി, അസഭ്യം പറയുക എന്നിവയാൽ പരിഭൂയമാനഃ, അദ്ദേഹത്തെ ഒരുപാട് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ആ ശല്യപ്പെടുത്തൽ ഏതുപോലെയാണ് അനുഭവപ്പെട്ടത്? മക്ഷികാഭിഹി, ഈച്ചകൾ വന്ന് ശല്യപ്പെടുത്തിയാൽ അത് ആനകൾ ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഈച്ചകളാൽ ശല്യപ്പെടുത്തുന്ന വനഗജഹ, കാട്ടാനയെ ഇവ എന്നതുപോലെ തത് അവിഗണയൻ ഏവ, അതൊന്നും വകവയ്ക്കാതെ. കാരണം ഇതൊക്കെ ശരീരബോധമുള്ളവർക്കാണ് മനസ്സിൽ വിഷമമുണ്ടാക്കുക. അങ്ങനെ അസത് സംസ്ഥാനെ, വാസ്തവത്തിൽ അസത്തായിട്ടുള്ള, ഇവിടെ ഇല്ലാത്ത സ്ഥിതിയുള്ള ഈ പ്രപഞ്ചത്തിൽ സത് അപദേശേ, സത്താണ് ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഉള്ള ഈ ദേഹോപലക്ഷണേ, ദേഹരൂപത്തിലിരിക്കുന്നതുമായ ഏതസ്മിൻ, ഈ ഭൗതികത്തിൽ ഉഭയ അനുഭവ സ്വരൂപേണ, രണ്ടിൻ്റെയും, സത്തിൻ്റെയും അസത്തിൻ്റെയും ആ കൂടിച്ചേരലാകുന്ന സ്വരൂപത്തോടുകൂടിയ സ്വമഹിമാവസ്ഥാനേന, ആത്മാനന്ദത്തിലെ ആ അവധൂത അവസ്ഥിതിയിൽ അസമാരോപിത, ഞാനെന്നും അഹം മമ അഭിമാനത്വാത്, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ആ മിഥ്യാബോധം ഇല്ലാതിരുന്നതുകൊണ്ട് അഖണ്ഡിതമനാഹ, മനസ്സുലയാത്തവനായി, പൃഥ്വീം, ഈ ഭൂമിയിലെങ്ങും ഏകശരഹ, ഒറ്റയ്ക്ക് പരിബഭ്രാമ, ചുറ്റി നടന്നു. ഇങ്ങനെ ഉന്മത്തനെ പോലെ ഭ്രാന്തനെ പോലെ കുളിക്കാതെയൊക്കെ നടന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ സൗന്ദര്യത്തിന് യഥാർത്ഥത്തിൽ ഒരു കോട്ടവും സംഭവിച്ചിരുന്നില്ല എന്നുകൂടെ പറയുകയാണ്. 31-ാമത്തെ ശ്ലോകം. അതിസുകുമാര കരചരണ ഉരസ്ഥല വിപുല ബാഹു അംസകള വദനാദി അവയവ വിന്യാസഃ പ്രകൃതി സുന്ദര സ്വഭാവ ഹാസ സുമുഖഃ നവനളിനദളായമാന ശിശിരതാര അരുണായതന രുചിരഃ സദൃശ സുഭഗ കപോല കർണകണ്ഠ നാസ വിഗൂഢസ്മിത വദന മഹോത്സവേന പുരവനിതാനാം മനസി കുസുമശരാസനം ഉപദധാനഃ പരാഗവലംബമാന കുട്ടില ജട്ടില കപിശ കേശ ഭൂരിഭാരഃ അവധൂത മലിന നിജ ശരീരേണ ഗ്രഹഗൃഹീതഃ ഇവ അദൃശ്യത. ഭഗവാൻ തന്നെയാണ് ഋഷഭദേവനായി അവതരിച്ചത്. അതുകൊണ്ട് തന്നെ കാമദേവനെ വെല്ലുന്ന സൗന്ദര്യമായിരുന്നു. അതിസുകുമാര കരചരണം, അതികോമളങ്ങളായ കൈകാലുകൾ, ഉരസ്ഥലം, വിരിഞ്ഞ മാറിടം, വിപുല ബാഹു, നീണ്ടുരുണ്ട കൈത്തണ്ടകൾ, അംസം, അതുപോലെ വിരിഞ്ഞ തോൾ, ഗളം, നല്ല സുന്ദരമായ കഴുത്ത്, വദനം, നല്ല മുഖം, ഇങ്ങനെയുള്ള അവയവ വിന്യാസഃ പ്രകൃതി സുന്ദര സ്വഭാവഹാസ സ്വമുഖഃ, പ്രകൃത്യാ സുന്ദരവും സ്വഭാവസിദ്ധവുമായ മന്ദഹാസത്താൽ ശോഭനമായ മുഖത്തോടുകൂടിയവനായി, നവനളിനദളായമാനം, പുതുതായി ഉണ്ടായ താമരയുടെ ദളം പോലെയുള്ള, ശിശിരതാര അരുണായതനം, നല്ല വിടർന്ന കണ്ണുകൾ, അതിലെ കുളിർത്ത, അതായത് ഏതൊരാളുടെയും നേർക്ക് ആ ദൃഷ്ടി പതിഞ്ഞാൽ അവർക്കൊരു തണുപ്പ് അനുഭവപ്പെടുന്ന പോലെയുള്ള കൃഷ്ണമണികളോടുകൂടിയ നയനരുചിരഹ, അങ്ങനെയുള്ള അരുണായത നേത്രങ്ങളാൽ മനോഹരനായിട്ട്, സദൃശ സുഭഗ കപോല കർണ കണ്ഠനാസഃ, ഏറ്റക്കുറവുകളില്ലാത്ത വടിവും ചേലുമൊത്ത കവിൾത്തടം, ഒരേപോലെയുള്ള സുഭഗമായ കപോലം, കവിൾത്തടം, അതുപോലെ ചെവി രണ്ടും സുന്ദരമാണ്, കണ്ഠം, നാസഹ, മൂക്ക്, ഇവയെല്ലാം ലക്ഷണമൊത്ത നിഗൂഢസ്മിതവദന മഹോത്സവേന,
സൂക്ഷിച്ചു നോക്കിയാൽ ഒരു പുഞ്ചിരി ആ മുഖത്തെപ്പോഴും കാണാം. ഇങ്ങനെ ഒരു പക്ഷേ ആ സമയത്ത് പോലും പുരവനിതാനാം മനസ്സി, സ്ത്രീകളുടെ ഹൃദയത്തിൽ കുസുമശരാസനം, മന്മഥന് ഇരിപ്പിടമിട്ടുകൊടുക്കുന്നവനായിട്ട് ഉപദധാന, പരിലസിച്ചിരുന്നവനായിരുന്നുവെങ്കിലും എന്നാൽ ഭഗവാൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ആ സൗന്ദര്യം പോയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. എന്നാൽ ഭഗവാനാകട്ടെ പരാഗവലംബമാനം, മുടി ചീകി ഒതുക്കാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടെ മുന്നോട്ട് വന്ന് ചിതറി തൂങ്ങിക്കിടക്കുന്ന കുട്ടിലം, ചുരുണ്ട് ജടിലം, ജടപിടിച്ച കപിശം, ചെമ്പിന്റെ നിറമായ കേശഭൂരിഭാരഹ, ആ തലമുടി അതൊരു ജടയായി മാറി. അങ്ങനെ അവധൂത മലിന നിജ ശരീരേണ, തീരെ ശ്രദ്ധിക്കാത്തതിനാൽ ചളി പുരണ്ട് വൃത്തികെട്ട, അതായത് ശരീരത്തിന് ആ ചളിയൊക്കെ ഉണ്ടെങ്കിലും ശരിക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഏതൊരു സുന്ദരിയുടെയും മനസ്സിളക്കുന്ന രീതിയിലുള്ള സൗന്ദര്യം അപ്പോഴും ഉണ്ടായിരുന്നു. എങ്കിലും പെട്ടെന്ന് നോക്കുമ്പോൾ ഗ്രഹഗൃഹീതഃ ഇവ, ഏതോ ദുർഭൂതത്താൽ പിടിപെട്ടവൻ എന്ന പോലെ അദൃശ്യത കാണപ്പെട്ടു. അപ്പോൾ ഭഗവാനെ കാണേണ്ട രീതിയിൽ കാണുന്നവർക്ക് ആ സൗന്ദര്യം കാണാം, അല്ലാത്തവർക്ക് ചളി പിടിച്ച ദേഹത്തോടു കൂടിയ ഏതോ ഒരു ദുർഭൂതം എന്നേ തോന്നുകയുള്ളൂ. താനിങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ആളുകൾ തന്നെ ഭ്രാന്തനെന്ന് തെറ്റിദ്ധരിച്ച് തന്നെ ഉപദ്രവിക്കുന്നതിലൂടെ അവർക്ക് പാപം വന്നു ചേരും. അപ്പോൾ അതിന് താൻ ഒരു കാരണക്കാരനാവരുത് എന്നതിനാൽ ഇനി മുതൽ ചുറ്റി സഞ്ചരിക്കുന്നില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അതാണ് 32ാമത്തെ ശ്ലോകം. യർഹി വാവ സഹ ഭഗവാൻ ലോകം ഇമം യോഗസ്യ അദ്ധാ പ്രതീപം ഇവ ആചക്ഷാണഃ തത് പ്രതിക്രിയാകർമ്മ ബീഭത്സിതം ഇതി വ്രതം ആജഗരം ആസ്ഥിതഃ ശയാനഃ ഏവ അസ്നാതി പിബതി ഖാദതി അവമേഹതി ഹദതി സ്മ ചേഷ്ടമാനഃ ഉച്ചരിത ആദിഗ്ധ ഉദ്ദേശഃ. യർഹി വാവ, എപ്പോഴാണോ ആ സർവജ്ഞനായ സഹ ഭഗവാൻ ഋഷഭദേവൻ ഇമം ലോകം, ഈ ലോകത്തെ യോഗസ്യ, യോഗാവസ്ഥയിലുള്ളവരെ തിരിച്ചറിയാൻ സാധിക്കാത്ത തരം മാനസികമായ ആ അജ്ഞാനത്തിലാണ് ഈ ലോകം. അങ്ങനെ ഈ ലോകം അദ്ധാ പ്രദീപം, തീരെ എതിരാണ്, യോഗികൾക്ക് നടക്കാൻ പാകത്തിനുള്ളതല്ല ഈ ലോകം. ഇവ ആചക്ഷാണഃ എന്ന് മനസ്സിലാക്കിയിട്ട്, എന്നാൽ അതിന് അവരെ അത് ബോധിപ്പിച്ചു കൊടുത്തേക്കാം, അവരെ നന്നാക്കിയെടുക്കാം, അതിൻ്റെ ആവശ്യമില്ല. കാരണം അജ്ഞാനികൾ എപ്പോഴും ആ രീതിയിലേ പെരുമാറുകയുള്ളൂ. അതുകൊണ്ട് തത് പ്രതിക്രിയാകർമ്മം, അതിനുവേണ്ട പ്രതിക്രിയാവിധാനങ്ങളൊക്കെ ബീഭത്സിതം, അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ തനിക്ക് അതിനെ നേരം കാണുള്ളൂ. അതുകൊണ്ട് അത് നിന്ദിതമാണ് എന്ന് കരുതി ഇനി ഒരു സ്ഥലത്തിരുന്ന് ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം തരികയാണെങ്കിൽ ഭക്ഷിക്കാം എന്ന രീതിയിലുള്ള ആജകരം വ്രതം, പെരുമ്പാമ്പിന്റെ വ്രതം. പെരുമ്പാമ്പ് ഒരു സ്ഥലത്ത് അടങ്ങിക്കിടക്കുകയേ ഉള്ളൂ. ആ വഴി ഏതെങ്കിലും ജന്തു പോയാൽ പിടിച്ചു വിഴുങ്ങും. ഇതേപോലെ തൻ്റെ മഹിമ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ തന്നോട് ഒരു ദയനീയത തോന്നിയിട്ട് ആരെങ്കിലും ഭക്ഷണം കൊണ്ടു തരികയാണെങ്കിൽ തരട്ടെ, അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന രീതിയിലുള്ള ആ വ്രതം സ്വീകരിച്ച് ശയാനഹ ഇവ, ഒരിടത്ത് തന്നെ കിടന്നുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണം അസ്നാദി ഭക്ഷിക്കും, പിബതി കുടിക്കും, ഖാദതി വല്ലതുമൊക്കെ കടിച്ചു തിന്നും, ഇനി ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ചെടിയോ മറ്റോ കടിച്ചു തിന്നും, അവമേഹതി അവിടെ തന്നെ മലമൂത്ര വിസർജനം ചെയ്യും. ഇങ്ങനെയൊക്കെ അവമേഹതി ഹതതി സ്മ, മലമൂത്ര വിസർജനമൊക്കെ അവിടെ തന്നെ ചെയ്തിട്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഉച്ചരിതേ, താൻ വിസർജിച്ച ആ മലത്തിൽ ചേഷ്ടമാനഹ കിടന്നുരുണ്ട്
ആദിഗ്ധോദ്ദേശ സർവ അംഗങ്ങളിലും തൻ്റെ തന്നെ മലമൂത്ര വിസർജനം പറ്റിപ്പിടിച്ചവനായി ഭവിച്ചു. അപ്പോൾ പിന്നെ ആരും അങ്ങോട്ടേക്ക് വരികയില്ല. പക്ഷെ അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്നതേയില്ല. എന്നാൽ അതിശയമെന്ന് പറയട്ടെ, കാണുമ്പോൾ അദ്ദേഹം ആ മലത്താലൊക്കെ ചുറ്റപ്പെട്ട് ആകെ വൃത്തികെട്ടവനെ പോലെ തോന്നിക്കുമെങ്കിലും അവിടെ നിന്നെങ്ങും സുഗന്ധം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് 33-ാമത്തെ ശ്ലോകം. തസ്യഹ യഹ പുരീഷ സുരഭി സൗഗന്ധ്യവായുഃ തം ദേശം ദശയോജനം സമന്താത് സുരഭിം ചകാര. തസ്യഹ ആശ്ചര്യം തന്നെ, അവിടുത്തെ പുരീഷ മലത്തിൻ്റെ സുരഭി ഗന്ധമാണ്, നല്ല സുഗന്ധം. സുരഭി സൗഗന്ധ്യവായുഃ നറുമണം ചേർന്ന കാറ്റ്, യഹ യാതൊന്നാണോ അത്, ദശയോജനം 10 യോജനയോളം, തം ദേശം ആ ദിക്കിനെ എമ്പാടും, സമന്താത് സുരഭിം ചകാര പരിമളം കൊള്ളിച്ചു. പക്ഷെ അപ്പോഴും ആളുകൾക്ക് മനസ്സിലാവുകയില്ല ഇത് എവിടെ നിന്നാണ് ഈ സുഗന്ധമെന്ന്. കാണുമ്പോൾ ആകെ ചളി പുരണ്ട് ആകെ വിസർജനത്തിലൊക്കെ കിടന്നിരിക്കുകയാണ്. അവിടെ നിന്നാണ് ഈ സുഗന്ധം എന്ന് ആളുകൾക്ക് മനസ്സിലാവുകയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ വിസർജനത്തിനൊന്നും തന്നെ യാതൊരു ദുർഗന്ധവും ഉണ്ടായിരുന്നില്ല. ഇല്ലെന്ന് മാത്രമല്ല, സുഗന്ധപൂരിതവും ആയിരുന്നു. ഇങ്ങനെ പല പക്ഷിമൃഗാദികളുടെ ജീവിതചര്യയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്. അതാണ് 34-ാമത്തെ ശ്ലോകം. ഏവം ഗോമൃഗ കാകചര്യയാ വ്രജൻ തിഷ്ഠൻ ആസീനഃ ശയാനഃ കാകമൃഗ ഗോചരിതഃ പിബതി ഖാദതി അവമേഹതി സ്മ. ഏവം ഇപ്രകാരം ഗോമൃഗം ഗോചര്യ പശുവിനെ പോലെ, കാക ഒരു കാക്കയെ പോലെ, ഇങ്ങനെയുള്ള ചര്യയോടെ, വ്രജൻ ചിലപ്പോൾ ചുറ്റി നടക്കും, തിഷ്ഠൻ ചിലപ്പോൾ നിന്നിടത്ത് അങ്ങനെ അങ്ങ് നിൽക്കും, ആസീനഹ ഇരിക്കും, ശയാനഹ ചിലപ്പോൾ കിടന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ കാക മൃഗ ഗോചരിതഃ കാക്ക, മാൻ, പശു ഇവയെപ്പോലെ പ്രവർത്തിച്ചുകൊണ്ട്, മൃഗങ്ങൾ എങ്ങനെയാണോ എന്താണോ ചെയ്യുന്നത്, കുടിക്കുക, തിന്നുക, കിടക്കുക, മലമൂത്ര വിസർജനം ചെയ്യുക, ഇങ്ങനെ പിബതി ഖാദതി അവമേഹതി സ്മ കുടിക്കുകയും ഭക്ഷിക്കുകയും തോന്നിയ ദിക്കിൽ മലമൂത്രാദികൾ വിസർജിക്കുകയും ചെയ്തിരുന്നു. 35-ാമത്തെ ശ്ലോകം. ഇതി നാനായോഗചര്യ ആചരണഃ ഭഗവാൻ കൈവല്യപതിഃ ഋഷഭഃ അവിരത പരമ മഹാനന്ദ അനുഭവ ആത്മനി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ ഭഗവതി വാസുദേവേ ആത്മനഃ അവ്യവധാന അനന്തരോദരഭാവേന സിദ്ധ സമസ്ത അർത്ഥപരിപൂർണഃ യോഗൈശ്വര്യാണി വൈഹായസ മനോജവ അന്തർധാന പരകായ പ്രവേശ ദൂരഗ്രഹണാദീനി യദൃച്ഛയാ ഉപഗതാനി ന അഞ്ജസ നൃപ ഹൃദയേന അഭ്യനന്ദത്. ഹേ നൃപ, അല്ലയോ പരീക്ഷിത്തെ, ഇതി ഇപ്രകാരം നാനായോഗചര്യ ആചരണഃ അനേകം യോഗചര്യകളെ അനുഷ്ഠിച്ചിരുന്ന കൈവല്യപതിഹി മുക്തിനാഥനായ ഭഗവാന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അവധൂത അവസ്ഥയിലെത്തിയാൽ ഇങ്ങനെയാണ് എന്ന് കാണിച്ചു കൊടുക്കാനാണ്. അങ്ങനെയുള്ള ഭഗവാൻ ഋഷഭഃ അവിരത പരമ മഹാനന്ദ അനുഭവഃ ഇടതടവില്ലാത്ത മഹത്തായ ആ ശാശ്വതാനന്ദത്തിൻ്റെ അനുഭവമാത്രമായിട്ട് ആ പരമാനന്ദത്തിൽ ആറാടിക്കൊണ്ട് സർവേഷാം ഭൂതാനാം ആത്മഭൂതേ സമസ്ത ഭൂതങ്ങളുടെയും ആത്മാവായി ആത്മനി വാസുദേവേ സർവാന്തര്യാമിയായ വാസുദേവനിൽ ആത്മനഃ അവ്യവധാന അനന്തര ഉദരഭാവേന തനിക്ക് വാസുദേവനുമായിട്ട് ഭേദമില്ല എന്ന ചിന്ത വന്നതിനാൽ ഈ ദേഹം ഞാനല്ല, ദേഹം എന്നൊരു ഒരാവരണം തനിക്കുണ്ടെന്ന വിചാരം പോലുമില്ലാതെ
മാത്രമല്ല ഇങ്ങനെ യോഗ സാധനയിലൂടെ അദ്ദേഹത്തിന് ഒരുപാട് സിദ്ധികൾ ലഭിച്ചു. സിദ്ധ സമസ്ത അർത്ഥപരിപൂർണ, സ്വാഭാവികമായി തനിക്ക് സിദ്ധിച്ച പരമപുരുഷാർത്ഥമായ ആ മോക്ഷാവസ്ഥയിൽ ആയിരുന്നു കൊണ്ട് ഒപ്പം തന്നെ അദ്ദേഹത്തിന് കിട്ടിയ സിദ്ധികളെ കുറിച്ച് പറയുന്നു. വൈഹായസം, ആകാശഗമനം, മനോജവം, മനസ്സിന്റെ വേഗത്തിൽ സഞ്ചരിക്കാനുള്ള കഴിവ്, അന്തർധാനം, നിന്നിടത്ത് നിന്ന് അപ്രത്യക്ഷമാകാനുള്ള കഴിവ്, പരകായ പ്രവേശം, മറ്റൊരു ശരീരത്തിലേക്ക് വേണമെങ്കിൽ പോകാവുന്ന ആ ഒരു കഴിവ്, സിദ്ധി, ദൂരഗ്രഹണം, വളരെ ദൂരത്തുള്ള കാര്യം പോലും ഒരിടത്തിരുന്നു കൊണ്ട് കാണാവുന്ന ആ ദൂരദർശനം തുടങ്ങിയ ആ സിദ്ധികളൊക്കെ യദൃച്ഛയാ ഉപഗതാനി, അത് സ്വാഭാവികമായി വന്നു ചേർന്നു. പക്ഷെ എന്നിട്ട് പോലും അദ്ദേഹത്തിന് അതിലൊന്നും താല്പര്യമുണ്ടായില്ല. ഇങ്ങനെ തന്നിൽ വന്നു ചേർന്ന യോഗൈശ്വര്യാണി, യോഗൈശ്വര്യ സിദ്ധികളെ അഞ്ജസ, ഒട്ടും തന്നെ തൻ്റെ ഹൃദയേന, മനസ്സുകൊണ്ട് അഭ്യനന്ദത്, അഭിനന്ദിച്ചില്ല. അതൊന്നും ആവശ്യമില്ല. അതൊക്കെ മറ്റുള്ളവരുടെ ആ ബഹുമാനമൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇതൊക്കെ ചെയ്യുക. അല്ലാത്ത ആളുകൾക്ക് ഈ സിദ്ധി പോലും ആവശ്യമില്ല. പൂർണ്ണമായ ആനന്ദാവസ്ഥയിൽ അങ്ങനെ ചരിച്ചുകൊണ്ട് ഋഷഭദേവൻ തനിക്ക് കൈവന്ന സിദ്ധികളെ പോലും വകവയ്ക്കാതെ അങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു. ഈ ശരീരം വീഴുന്നത് വരെ ഈ ലോകത്തിരിക്കണം എന്ന ഒരു ചിന്ത മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഋഷഭോപദേശമായിരിക്കുന്ന ഈ 5ാമത്തെ അധ്യായം അവസാനിക്കുന്നത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.